സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു. പിന്നെ ഞാൻ ഒതുക്കി കൊടുക്കുന്നു, വലത് സൈഡിൽ കയറി പോകുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇത്തിരി സ്പീഡ് എടുത്ത് ബാക്കിലെത്തുമ്പോൾ കാറിൻ്റെ ബാക്കിൽ എത്തുമ്പോൾ കുത്തിച്ചവിട്ടി ഞാൻ 2 പ്രാവശ്യം തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ ഇടത് സൈഡ് സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിപ്പോയി. ഓടുന്നേണ്ട ഒരു വണ്ടി ഫ്രണ്ടിൽ പോണ വണ്ടി നമ്മളെ കളിപ്പിക്കണ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മനഃപൂർവ്വം കളിപ്പിച്ചിട്ട് ഞാനാണ് തെറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ പറയുകയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ഭയങ്കര ബഹളമായിരുന്നു. അവർ എന്നെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഇടതുവശത്തിലൂടെ ഓവർടേക്ക് ചെയ്ത കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനൊരു പ്രേക്ഷകൻ അയച്ച മറുപടിയാണ് അങ്ങനെ ചോദിക്കരുത്, കാരണം ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂവെന്ന്. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. അല്ല, ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. അവിടെയൊക്കെ CCTV ഉള്ളതാണ്. മേയർക്കെതിരെ കേസെടുക്കാനാണെങ്കിൽ നിരവധി ഒഫൻസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അവിടെയാണ് ആ പ്രശ്നം നിലനിൽക്കുന്നത്. മേയർ പ്രധാനമായിട്ട് നേരത്തെ വാർത്താസമ്മേളനം നടത്തിയപ്പോഴടക്കം നമ്മളോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്തിനാണ് അത് മേയർ ആയതുകൊണ്ടും സച്ചിൻ ദേവ് MLA ആയതുകൊണ്ടും അവർ CPM-കാരായതുകൊണ്ടും അവർക്കെതിരെ രാഷ്ട്രീയം കാണുന്നതാണോ മാധ്യമങ്ങൾ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ഒരു പക്വതയുണ്ട്. ആ പക്വതയിലേക്ക് മേയറും MLA-യും പോയിരുന്നോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് KSRTC-യിലെ ഡ്രൈവർമാർക്കെതിരെ എടുക്കുന്ന കൂട്ട നടപടിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കെതിരെ കുറേ പേരെ പുറത്താക്കി, അല്ലേ, കുറേ പേര് സസ്പെൻഡ് ചെയ്യപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ എങ്ങനെയാണ് ഓടിച്ചിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് പിന്നീട് വന്ന ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മേയറുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന രൂപത്തിലേക്ക് നമ്മൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണം ആദ്യം മേയർ പറഞ്ഞത് റോങ് സൈഡിലല്ല നിർത്തിയതാണ്. പക്ഷേ നമ്മൾ സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയത് പിന്നെ ദൃശ്യങ്ങളിൽ കാണുകയാണ്. ആ ദൃശ്യങ്ങൾ വന്ന ശേഷമാണ്. അതിനു മുമ്പ് മേയർ പറഞ്ഞ കാര്യം ഗൗരവത്തിലുള്ളത് തന്നെയാണ്, അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളത്. സമയത്ത് വണ്ടി അവിടെ ആളെ ഇറക്കി, എല്ലാ ആളുകളെയും അവിടെ ഇറക്കി ബുദ്ധിമുട്ടിച്ച് വണ്ടി അവിടെ പിടിച്ചിട്ട് SI വന്ന് പിടിച്ചുകൊണ്ട് പോയി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കലെടുത്തപ്പോൾ വെള്ളം അടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കയറി നിന്ന സമയത്ത് ഇടത് സൈഡിൽ കൂടെ കയറി വരുന്ന ഈ കാർ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ച് ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സൈഡ് കൊടുത്തില്ല. അടുത്ത PMG എത്തിയപ്പോൾ പിന്നെ ഈ കാർ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പാളയത്ത് സാബല്യത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് സിഗ്നലിൻ്റെ അവിടെ വന്നതും വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കുറുകെ നിർത്തി. ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറുകെ ആയിട്ട് അങ്ങ് നിർത്തി ഒരു കാറ്. 2 പയ്യന്മാർ ഇറങ്ങി വന്നിട്ട്, നിൻ്റെ അച്ഛൻ്റെ വകയുടെ റോഡ്, നീ ഇങ്ങനെ ഓടിക്കുക, ഇങ്ങനെ മാന്യമായിട്ട് ഓടിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ മാന്യമായിട്ടല്ലേ ഓടിച്ചത്, നിങ്ങളെല്ലാം മാന്യതയില്ലാതെ ഇങ്ങനെ സീബ്ര ക്രോസിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. ഇത്രയും ജനങ്ങൾ വണ്ടിക്കകത്തിരിക്കുകയാണ്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വണ്ടി ഓട്ടിപ്പൊക്കെ. ഞാൻ എന്തായാലും മാന്യത അല്ലെങ്കിൽ ഈ ജനങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ പറഞ്ഞ് അവർ വലിച്ച് എൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോറ് തുറന്നു. ആ പയ്യന്മാർ തുറന്നിട്ടാണ് പിന്നെ ഒരു 2 ലേഡീസ് ഇറങ്ങി വന്നിട്ട് അവന്മാരുമായിട്ട് വാക്ക് തർക്കമായപ്പോൾ ലേഡീസ് ഇറങ്ങി വന്നു. നീ എന്നെ ആംഗ്യ ഭാഷയിൽ എന്തോ പറഞ്ഞില്ലേ, കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മാഡത്തിന് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. അപ്പോഴും അറിയുന്നില്ല മേയറാണെന്ന് MLA ആണെന്ന് അറിയുന്നില്ല. മറ്റാൾ അപ്പോഴത്തേക്ക് ഇടത് സൈഡിലെ ഡോർ വഴി ഫ്രണ്ടിലെ ഇതേ ഡോർ വഴി കയറി സീറ്റിൽ ഇരിപ്പ് പിടിച്ച് കാലൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ വണ്ടിയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഈ വീഡിയോ എടുത്തോ, നിനക്ക് ചെയ്യാൻ പറ്റണ എനിക്ക് ചെയ്യാൻ പറ്റണ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അകത്ത് വന്നു അച്ഛനെ പറഞ്ഞത് തന്തയ്ക്ക് വകയുള്ള പോലെയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ? MLA പറയണം ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരായാലും എനിക്കെന്ത്, ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, അല്ലാതെ വേറെ ആംഗ്യ ഭാഷയൊന്നും കാണിച്ചിരുന്നില്ല. ഒരു പറയുമെന്നൊക്കെ ചുമ്മാ ആംഗ്യ ഭാഷ കൈ കാണിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ MLA അകത്ത് കയറി ഇരുന്നിട്ടാണ് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങേരുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞത്.
പലരുടെയും നമ്പർ കിട്ടി പലരോടും സംസാരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ യദുവിന് അനുകൂലമായിട്ടാണ് പറയുന്നതെങ്കിലും അവർ പൊതുമധ്യത്തിലേക്ക് വരാൻ ഭയപ്പെടുന്നു. കാരണം ഇപ്പുറത്ത് പാർട്ടിയാണ് എന്ന് മാത്രമല്ല ഭാവിയിൽ കേരളം ഭരിക്കുന്ന ഭാവി വാഗ്ദാനങ്ങളാണ്. അവരുടെ ഒരു തരത്തിലുള്ള കോപത്തിനും ക്രോധത്തിനും വിഷയീഭവിക്കാൻ ഒരു മനുഷ്യനും തയ്യാറാവുന്നുണ്ടാവില്ല. കാരണം 51 വെട്ടുവെട്ടിയ പാർട്ടിയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പാർട്ടി സെക്രട്ടറി ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. എത്ര കഷ്ടമാണ്. കാരണം ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അത് യദുവിൻ്റെ ഭാഗത്താണെങ്കിലും അത് MLAയുടെയും മേയറുടെയും ഭാഗത്താണെങ്കിലും. കേരള പോലീസ് യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കുന്നില്ല. മേയർ പറഞ്ഞപ്പോഴേ കേസെടുത്തു. യദുവിനെ ഏതാണ്ട് 12 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ചില പറ്റുമെങ്കിൽ ഈ മേയറും MLAയും യദുവിനോടൊന്ന് മാപ്പ് പറയണം. മന്ത്രി ഗണേഷ് കുമാർ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിയെങ്കിലും എടുക്കണം.